സാർ നമസ്കാരം. സാർ നമസ്കാരം. നമസ്കാരം. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. അതെ സാറിൻ്റെ അടുത്ത് വരിക, വാക്കുകൾ കേൾക്കുക എന്നുള്ളത് ഇറ്റ്സ് എൻ എൻലൈറ്റനിങ് എക്സ്പീരിയൻസ്. സാർ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം, അത് 2/3 ഭൂരിപക്ഷത്തിൽ കൂടുതലാണ് കേരളത്തിലെ UDF കിട്ടിയിരിക്കുന്നത്. അതെ അതെ അതെ. കോൺഗ്രസിനും ആണെങ്കിലും നല്ല ഭൂരിപക്ഷം, ഇതുവരെ കിട്ടിയിട്ടുള്ള സീറ്റുകളിലും കൂടുതലാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്കൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തത്? അതിന് വേണ്ടിയുള്ള പ്രശ്നമുണ്ടോ കോൺഗ്രസിനകത്ത്? കോൺഗ്രസിനകത്ത് അതിനേക്കാൾ കൂടുതലാണ് പ്രശ്നം. അയ്യോ, എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ 63 മറ്റോ ഉണ്ടെന്ന് 63 ഇത്രയും MLA കിട്ടുമെന്ന് മുസ്ലിം ലീഗ് പ്രതീക്ഷിച്ചിരുന്നില്ല. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല, അത് പോയിക്കോട്ടെ. മുസ്ലിം ലീഗ് പ്രതീക്ഷിച്ചിരുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടി നിലവിൽ വരുന്ന ഒരു ഗവൺമെൻറ്റായിരുന്നു. അതായത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ്. ഓക്കെ ഓക്കെ. മുസ്ലിം ലീഗ് പിൻവലിച്ചാൽ ആ ഗവൺമെൻറ് വീഴണം. ഇപ്പോൾ 22 സീറ്റുള്ള മുസ്ലിം ലീഗ് പിൻവലിച്ചാലും ഈ ഗവൺമെൻറ് വീഴില്ല. ഓക്കെ. അപ്പോഴും 19 സീറ്റ് ഉണ്ടാകും. അപ്പോൾ മുസ്ലിം ലീഗിന് സത്യത്തിൽ ബാർഗെയിനിങ് പവറും കമാൻഡിങ് ഫോഴ്സും കുറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ മുസ്ലിം സംഘടനകളുടെ സ്ഥാനാർത്ഥിയാണ് VD സതീശൻ. VD സതീശൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ 3 പേര്, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. രമേശ് ചെന്നിത്തല KSUവിൻ്റെ സ്കൂൾ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് ജില്ലയിലേക്ക്, താലൂക്കിലേക്ക് വന്ന് മാവേലിക്കര താലൂക്ക് പ്രസിഡൻ്റായി, ആലപ്പുഴ ജില്ല ഭാരവാഹിയായി, സംസ്ഥാന ഭാരവാഹിയായി, സംസ്ഥാന KSU പ്രസിഡൻ്റായി, നാഷണൽ NSUIൻ്റെ സെക്രട്ടറിയായി പ്രസിഡൻ്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായി പ്രസിഡൻ്റായി, AICC സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഏതാണ്ട് 9 കൊല്ലക്കാലത്തോളം KPCCയുടെ ഭാരവാഹിയായിട്ടിരുന്നു. ഒരു ടൈമിൽ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന്. ഈ രമേശൻ KPCCയുടെ ഭാരവാഹിയായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാർലമെൻ്ററി പാർട്ടിയും KPCCയും തമ്മിലൊരു ഉടക്കുണ്ടായിട്ടില്ല, യോജിച്ചു പോയിരുന്നു. അപ്പോൾ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ഒരാൾ, ഇങ്ങനെ പരിചയമുള്ള ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ ഈ VD സതീശന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി അവരോധിക്കുന്ന സമയത്ത് ഭൂരിപക്ഷ MLA സതീശൻ രമേശൻ്റെ കൂടെയായിരുന്നു. രമേശൻ്റെ കൂടെയായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനിച്ചു, രമേശ് അനുസരിച്ചു, മാറിക്കൊടുത്ത് ഇയാൾ വന്നു. ഇത്രയും അനുഭവ പരിചയമുള്ള ഒരാൾ ആണ് രമേശിനെ തീർച്ചയായിട്ടും ഈ അനുഭവ പരിചയം വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലെയും 27ാമത്തെ വയസ്സിൽ MLA ആയി, 26ാമത്തെ വയസ്സിൽ MLA ആയി, 27ാമത്തെ വയസ്സിൽ മന്ത്രിയായി, അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയായി, അത് കഴിഞ്ഞിട്ട് ഇവിടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇത്രയൊക്കെ ഭരണപരിചയവും സംഘടനാ പരിചയവും ഉള്ള ഒരാൾ എന്ന നിലക്ക് ഇതൊക്കെയാണ് ക്രൈറ്റീരിയൻ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്യേണ്ടത് ആരെയാണ്? രമേശ്. ഇനി മറ്റൊരു കാര്യം എടുത്ത് നോക്കുക. സതീശൻ ഒരു പദവിയും അഖില കേരള അടിസ്ഥാനത്തിൽ വഹിച്ചിട്ടില്ല. KSUവിൻ്റെ വഹിച്ചിട്ടില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ വഹിച്ചിട്ടില്ല, കോൺഗ്രസിൻ്റെ വഹിച്ചിട്ടില്ല. സതീശൻ ആകെ എലക്ട് ചെയ്യപ്പെട്ട ഒരു പദവി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് യൂണിയൻ്റെ ചെയർമാൻ പദവിയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് ഇവിടെ, അദ്ദേഹം G കാർത്തികേയൻ്റെ ആളായിരുന്നു. G കാർത്തികേയൻ്റെ കൂടെ വന്നതിന് ശേഷം പറവൂർ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു, തോറ്റു, പിന്നെ അവിടെ നിന്ന് ജയിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആകെയുള്ള പരിചയം. സംഘടനാ രംഗത്ത് അഖില കേരള അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുള്ള അനുഭവ പരിചയമില്ല. അതൊക്കെ ഇപ്പോൾ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷേ സാധാരണഗതിയിൽ അതൊക്കെ ഒരു CV പരിശോധിക്കുന്ന സമയത്ത്, ഒരു കരിക്കുലം വിറ്റ് എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെ പരിഗണനാ വിഷയം. KC വേണുഗോപാലാണെന്നുണ്ടെങ്കിൽ ഇവരെക്കാളൊക്കെ ജൂനിയറാണ്. സതീശൻ്റെ ഏതാണ്ട് ഒരേ ഇതിൽ വരും. KC
കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും നേതാവായിരുന്നു. കേരളത്തിൽ MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാജ്യസഭയിലും ലോക്സഭയിലും ജയിച്ച് പോയിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന്. പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ സംഘടനാ വൈഭവം പരിഗണിച്ചിട്ടായിരിക്കണമല്ലോ അദ്ദേഹത്തെ സംഘടനാ സെക്രട്ടറിയാക്കി. AICC സംഘടനാ സെക്രട്ടറിയാണ്. അവിടെയും ഒരു CV ലൈനിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മുൻപിൽ നിൽക്കുന്നത് ഇദ്ദേഹമാണ്. പിന്നെ ബ്രില്യൻ്റ് അക്കാഡമിക് റെക്കോർഡാണ് അയാളുടേത്. അയാൾ മാത്തമാറ്റിക്സ് MSc-കാരനാണ്, അതിൽ റാങ്ക് ഉണ്ട്. പിന്നെ 2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, അതിലൊക്കെ ഉയർന്ന മാർക്കുണ്ട്. LLB അയാൾ പഠിച്ച വിഷയങ്ങൾക്കൊക്കത്തിനും അയാൾക്ക് വലിയ അക്കാഡമിക് ബ്രില്യൻസ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലം അയാൾക്കുണ്ട്. ഈ കൂട്ടത്തിൽ CV ഏറ്റവും മോശം ആരുടെ ആയിരിക്കും? സതീശൻ്റെ മാത്രമാണ്. പക്ഷേ സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് ഇവിടുത്തെ ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ അജണ്ടയാണ്. അത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, SDP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ ഫ്രണ്ട് എല്ലാവരും ഉണ്ട്. ആ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ സതീശനായിരിക്കണം എന്നുള്ളതാണ്. അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സതീശൻ പ്രകടമായും പരസ്യമായി മുസ്ലിമിനെ അതായത് വിഡ്ഢിത്തവും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞത്, ഒരു ഗോളമാണെന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയാണെന്ന് വരെ അയാൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് എന്ത് ഭൂമിയും ചന്ദ്രനും. അല്ല, അദ്ദേഹം മതപരിവർത്തനം നടത്തി മുസ്ലിം ആയിട്ടുണ്ടോ? തുമ്പ് കണ്ടിച്ചിട്ടുണ്ടോ? ഇല്ല, അതെനിക്കറിയില്ല. പക്ഷേ എന്തായാലും ശരിയാണ്, അദ്ദേഹം ആശയ ലോകത്ത് നിൽക്കുന്നത് മുസ്ലിമുകളുടെ കൂടെയാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്, ഇസ്ലാമിക ഭീകരവാദികളോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഈ ഗ്രൂപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് വളർത്തിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാനും പറ്റില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയാണ് ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ട ആളാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സതീശനാണ്. ഭരണപരമായും സംഘടനാപരവുമായിട്ടുള്ള പരിഗണനകളാണെങ്കിൽ ബാക്കി 2 പേരുമാണ്. അതിലേത് വരും എന്നുള്ള കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം വന്നേക്കണേ, ഇവർ കളിച്ച് കളത്തിൽ കയറിക്കൊത്തി. അതാണ് വയനാട്ടിൽ ഇംഗ്ലീഷിൽ DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ. എന്താണ് ആ പോസ്റ്റർ പറയുന്നത്? അങ്ങ് കണ്ടല്ലോ ആ പോസ്റ്റർ. രാഹുലിനെയും പ്രിയങ്കനെയും വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ്. അടുത്ത തവണ നിങ്ങൾ ഇവിടുന്ന് ജയിക്കില്ല എന്നാണ് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. അതെ, അത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലിനെയും പ്രിയങ്കയെയും വിമർശിച്ചുകൊണ്ട് അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾക്കും കോൺഗ്രസിൽ നിൽക്കാൻ കഴിയില്ല. സാർ, അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. പണ്ട് സാറിനറിയാമല്ലോ, K മുരളീധരൻ കരുണാകരൻ്റെ മകനും ലോക്സഭ MP ഒക്കെ ആയിരുന്നു. അദ്ദേഹം അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേലിൽ നിന്ന് വിളിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല അദ്ദേഹത്തെ. അഹമ്മദ് പട്ടേലിനെ വിളിച്ചപ്പോൾ ഇത്ര തെറ്റാണെങ്കിൽ പിന്നെ ഇവരെ വിളിക്കുമ്പോൾ എന്തുമാത്രം ഗൗരവം ഉണ്ടാവും. അല്ലല്ല, അത് അത്ര ലളിതമായിട്ട് കാണാൻ കഴിയേയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. ഞാൻ കോൺഗ്രസ് പോകുന്നതിനൊക്കെ മുൻപ് ഞാൻ കോൺഗ്രസ്സിലെ എല്ലാ നേതാക്കളോടും AK ആൻ്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, പിന്നെ PT തോമസ്, ബെന്നി ബെഹനാൻ, K ബാബു, ഇങ്ങനെയുള്ള എനിക്ക് പരിചയവും അടുപ്പമുള്ള എല്ലാ നേതാക്കളോടും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെച്ചുകൊണ്ട് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. 57 വയസ്സായ ചെറുപ്പക്കാരൻ. അതെ, എത്ര അന്ന് 14 AK ആൻ്റണിയോട് ഞാൻ 48 മിനിറ്റും 57 സെക്കൻഡും സംസാരിച്ചു ഈ എറണാകുളം ഗസ്റ്റ് ഹൗസിലിരുന്നു ഈ വിഷയം. ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺസ് ഹീ കനോട്ട് ബി എ ഗുഡ് ലീഡർ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആൻ്റണി ജീവിതത്തിൽ ആദ്യമായി എൻ്റെ അടുത്തൊരു ഇംഗ്ലീഷ് വാചകം പറഞ്ഞു, ഐ ബെഗ് ടു ഡിഫർ എന്ന്. ഈ വിവരം ഞാൻ ബെന്നിയോടും PT യോടും അടക്കമുള്ള എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളോടൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ
ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അവരെ വിമർശിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ ആർക്കും നിൽക്കാൻ പറ്റില്ല. അത് സത്യമാണ്. പ്രിയങ്ക, രാഹുൽ, സോണിയ ഇവരെ വിമർശിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. പ്രത്യക്ഷമായോ പരോക്ഷമായോ അവരെ വിമർശിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ഒരാൾ നിമിത്തമായി എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഭാവിയും അപകടത്തിലായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ കേസ് ആക്കാൻ പറ്റില്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത്. വി ഡി സതീശൻ വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും തോൽപ്പിക്കുമെന്നാണ് പറയണം. അത് അഹങ്കാരം പിടിച്ചൊരു വാചകമാണ്. കാരണം മുസ്ലിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് കിട്ടാവുന്ന അവർക്ക് 22 പേരെ കിട്ടും, അത് സത്യമാണ്. 22 പേരെ മുസ്ലിങ്ങൾക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റും ക്രിസ്ത്യാനികളുടെ സഹായത്തോടു കൂടി. ഒരു 22 പേരെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങളുടെ സഹായത്തോടു കൂടി ജയിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 44-45 പേരെ ജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും തർക്കമില്ല. ബാക്കി ആരെയും അവർക്ക് സാധ്യമല്ല. അതാണ് അതിൻ്റെ വസ്തുത. ബാക്കി ഒരാളെയും അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. അതവർ ജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവർ കോൺഗ്രസിനോട് പറയണ്, ഞങ്ങൾ പറയുന്ന ആളെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വയനാട്ടിൽ തോൽപ്പിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് നേരിട്ട് തന്നെയാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അതെ, ഡയറക്റ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ തട്ടി മാറ്റിയല്ലേ? അല്ല, മുസ്ലിം ലീഗിനെ തട്ടി മാറ്റില്ല. മുസ്ലിം ലീഗ് പോവില്ലല്ലോ. മുസ്ലിം ലീഗിനെ തട്ടി മാറ്റില്ല. പക്ഷേ ഒരു കാര്യം, ഈ ഭീഷണിക്ക് വഴങ്ങി സതീശനെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഈ ഭീഷണിക്ക് വഴങ്ങി സ്ഥാനാർത്ഥികളെയും ഭാരവാഹികളെയും ഒക്കെ വെക്കേണ്ടി വരും. അവരുടെ ഡിമാൻഡ് സതീശൻ മുഖ്യമന്ത്രിയും ഷാഫി പറമ്പിൽ KPC പ്രസിഡൻറ്റും ആകണമെന്നാണ് അവരുടെ ഡിമാൻഡ്. എൻറ്റയർ മുസ്ലിം ഗ്രൂപ്പിൻ്റെ ഡിമാൻഡ് അതാണ്. അത് നടക്കട്ടെ, നല്ല കാര്യമാണ്. അതോടുകൂടി ഈ സംഭവം തീർന്നു കിട്ടുമല്ലോ. അങ്ങനെ ഒരു വലിയ സൗകര്യം കിട്ടും ഈ തെരഞ്ഞെടുപ്പോടുകൂടി. അല്ലെങ്കിൽ തീരുന്നാണ് പൊതുവെ ഉണ്ടായിരുന്ന ധാരണ. അല്ല, ഇതിപ്പോൾ എന്ന് വെച്ചാൽ അവർക്കൊരു വലിയ, അതായത് 415 സീറ്റ് കിട്ടിയതിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ തകർച്ച അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തുടങ്ങിയത്. ഈ 63-ൽ തുടങ്ങിയ കോൺഗ്രസിൻ്റെ തകർച്ച ഇവിടെയും സംഭവിക്കുമെന്നാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കവിതർക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് ജനങ്ങളെ പരിഹസിക്കുകയാണല്ല. 10 ദിവസം കഴിഞ്ഞു സാർ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ഇവർക്ക് 63 പേരും 102 സീറ്റുമുള്ള ഒരു 63 സീറ്റ് കിട്ടുകയും 102 സീറ്റ് മുന്നണിക്കും കിട്ടിയിട്ട് ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് നിശ്ചയിക്കാൻ കഴിയില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും ഈ ഭരണത്തിൻ്റെ മികവ് എന്ന് ആലോചിക്കാവുന്നതാണ്. അവർ മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അല്ല, മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാലും വേറൊരു കാര്യമില്ലേ, ഓരോ ഘട്ടത്തിലും ഇവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഡിലേ ആയി പോയില്ലേ. ഒരുപക്ഷെ സംസ്ഥാന ക്യാബിനറ്റ് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ കൂടുകയായിരിക്കും കുറേ കൂടി. അല്ല, അതായിരിക്കും ഉചിതം. അത് കുറച്ചും കൂടി നല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ലേ, ഇതിലും ഭേദം പിണറായി വിജയനാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അല്ല, എനിക്കിപ്പോൾ തോന്നുന്നില്ലെങ്കിലും കുറേ കഴിയുമ്പോഴേക്കും ജനങ്ങൾ പറയും പിണറായി എത്രയോ ഭേദമായിരുന്നു എൻ്റെ സർവേശ്വര എന്ന് ജനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിലെത്തും. ഓക്കെ.